ചന്ദ്രികയിൽ അലിയും ചന്ദ്രകാന്തം എന്ന സീരിയലിലൂടെ രൂപശ്രീ മലയാളത്തിലേക്ക് തിരിച്ചുവന്നു. ചന്ദനമഴയിലെ ഊർമിള ദേശായി എന്ന കഥാപാത്രത്തിലൂടെയാണ് രൂപശ്രീ മലയാള മനസ്സ് കീഴടക്കിയത്. അതിൽ സ്നേഹമയിയും ക്രൂരയുമായ അമ്മായിയമ്മയായി തിളങ്ങുന്ന രൂപശ്രീക്ക് മലയാളത്തിൽ ആരാധകർ ഏറെയാണ്. അഭിനയം പോലെ തന്നെ രൂപശ്രീയുടെ കോസ്റ്റ്യൂം സ്ത്രീകളുടെ ഇടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. പല വർണ്ണങ്ങളിലുള്ള പട്ടുസാരിയും അതിനിണങ്ങുന്ന ആഭരണങ്ങളും തലയിൽ നിറയെ പൂവുമായാണ് ഊർമിള പ്രേക്ഷകരുടെ മുന്നിൽ എത്തിയിരുന്നത്. ഊർമിള ഉറക്കമെണീറ്റ് വരുന്നത് പോലും ഹെവി മേക്കപ്പിലാണെന്ന് ചിലർ വിമർശനവും ഉന്നയിച്ചിരുന്നു. തമിഴ്നാട്ടുകാരിയായ രൂപശ്രീയുടെ അഭിനയത്തിലേക്കുള്ള അരങ്ങേറ്റം മലയാള സിനിമയിലൂടെയാണ്. 1992 കള്ളനും പോലീസും എന്ന ചിത്രത്തിൽ മുകേഷിന്റെ നായികയായി 13-ാം വയസ്സിലാണ് അരങ്ങേറ്റം കുറിച്ചത്. മലയാളത്തിലും തമിഴിലുമായി 20ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു. ചന്ദ്രികയിൽ അലിയും ചന്ദ്രകാന്തം എന്ന സീരിയലിൽ രൂപശ്രീക്കൊപ്പം മുൻകാല നായിക നടി രഞ്ജിനിയും മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്.